78ാം സ്വാതന്ത്ര്യദിനം രാജ്യം സമുചിതമായി ആഘോഷിച്ചു. ദേശീയ തലസ്ഥാനത്തെ ഐതിഹാസികമായ ചെങ്കോട്ടയിൽ നടന്ന ആഘോഷ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. വികസിത് ഭാരത് 2047 എന്നതായിരുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. 2047ഓടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് നവോന്മേഷം നൽകുന്നതിനുള്ള വേദിയായി ആഘോഷങ്ങൾ മാറി. വികസിത ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. രാജ്യത്തുടനീളം നടന്ന ദിനാഘോഷ ചടങ്ങുകൾ അതിന്റെ സാക്ഷിയായിരുന്നു. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ നിന്ന് 78ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധനയും ഇത് അടിവരയിടുന്നതായിരുന്നു. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സഹമന്ത്രി സഞ്ജയ് സേത്ത്, പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവ്നേഷ് കുമാറിനെ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തി. ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് തുടർന്ന് നരേന്ദ്രമോദിയെ സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോയി. അവിടെ സംയുക്ത സേനാ വിഭാഗവും ഡൽഹി പോലീസ് ഗാർഡും ചേർന്ന് പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകി. തുടർന്ന് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. കരസേന, നാവികസേന, വ്യോമസേന, ഡൽഹി പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഓഫീസറും 24 പേരും വീതമടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിക്കുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. ഇന്ത്യൻ നാവികസേനയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഏകോപനം നിർവഹിച്ചത്. കമാൻഡർ അരുൺകുമാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. കരസേനാ സംഘത്തെ അർജുൻ സിംഗ്, നാവികസേനാ സംഘത്തെ ലഫ്റ്റനന്റ് കമാൻഡർ ഗൂലിയ ഭാവേഷ് NK, വ്യോമസേനാ സംഘത്തെ സ്ക്വാഡ്രൺ ലീഡർ അക്ഷര ഊനിയൽ എന്നിവർ നയിച്ചു. അഡീഷണൽ DCP അനുരാഗ് ദ്വിവേദിയാണ് ഡൽഹി പോലീസ് സംഘത്തെ നയിച്ചത്. ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച ശേഷം പ്രധാനമന്ത്രി ചുവപ്പുകോട്ടയുടെ കൊത്തളത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സഹമന്ത്രി സഞ്ജയ് സേത്ത്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരി എന്നിവർ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ദേശീയ പതാക ഉയർത്തുന്നതിനായി ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവ്നേഷ് കുമാർ പ്രധാനമന്ത്രിയെ കൊത്തളത്തിലെ വേദിയിലേക്ക് നയിച്ചു. 1721 ഫീൽഡ് ബാറ്ററിയുടെ സെറിമോണിയൽ ധീരന്മാരായ ഗണ്ണർമാർ 21 ഗൺ സല്യൂട്ട് മുഴക്കി. പതാക ഉയർത്തിയയുടൻ ത്രിവർണ പതാകയ്ക്ക് രാഷ്ട്രീയ സല്യൂട്ട് നൽകി. ഒരു JCOയും 25 മറ്റ് റാങ്കുകാരും അടങ്ങുന്ന പഞ്ചാബ് റെജിമെന്റ് മിലിറ്ററി ബാൻഡ് ദേശീയ പതാക ഉയർത്തിയപ്പോഴും രാഷ്ട്രീയ സല്യൂട്ട് അവതരിപ്പിക്കുമ്പോഴും ദേശീയഗാനം ആലപിച്ചു. തുടർന്ന് ലൈൻ ആസ്റ്റാൻ ഫോർമേഷനിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 2 അഡ്വാൻസ്ഡ് ലൈറ്റ് ധ്രുവ് ഹെലികോപ്റ്ററുകൾ വേദിയിൽ പുഷ്പവൃഷ്ടി നടത്തി.
തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. 2047-ൽ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം ചെങ്കോട്ടയിൽ നടന്ന ആഘോഷങ്ങൾക്ക് 6000 പ്രത്യേക അതിഥികൾ സാക്ഷ്യം വഹിച്ചു. യുവാക്കൾ, ഗോത്രസമൂഹം, കർഷകർ, സ്ത്രീകൾ, മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വിവിധ ഗവൺമെന്റ് പദ്ധതികളുടെ സംരംഭങ്ങളുടെ സഹായത്തോടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരാണ്. അടുത്തിടെ സമാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി. ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽപ്പെട്ട ഓരോ ബ്ലോക്കിൽ നിന്നും ഒരു അതിഥി, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ തൊഴിലാളികൾ, പ്രേരണ സ്കൂൾ പദ്ധതിയിലെ വിദ്യാർത്ഥികൾ, മുൻഗണനാ മേഖലയിലെ പദ്ധതികളിൽ പൂർത്തീകരണം കൈവരിച്ച ഗ്രാമപഞ്ചായത്തുകളിലെ സർപഞ്ചുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പരമ്പരാഗത വസ്ത്രം ധരിച്ച 2000-ഓളം പേരും ഈ മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിരോധ മന്ത്രാലയം, MyGov, ആകാശവാണി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വിവിധ ഓൺലൈൻ മത്സരങ്ങളിൽ വിജയിച്ച 3000 പേരും ആഘോഷങ്ങളുടെ ഭാഗമായി. കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ പങ്കെടുത്ത കോട്ടൺ ഹിൽ LP സ്കൂളിലെ കുട്ടികൾ ദേശഭക്തിഗാനം ആലപിച്ചു. രാജ്ഭവൻ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സല്യൂട്ട് സ്വീകരിച്ചു. കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്നത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.